വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മേ വിജി. അങ്ങനെ ഒരു ഓണം കൂടി നമുക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഓണം സെറ്റ് മുണ്ട് കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു ഓണം കളക്ഷൻസ് കാണിക്കാമോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് കുറച്ച് സ്റ്റോക്ക് വരാനുണ്ടായിരുന്നു, അത് കാരണമാണ് കുറച്ച് വൈകിയത്. അപ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് ബിൽഡപ്പ് ഒന്നും പറയുന്നില്ല. ഇന്നത്തെ വീഡിയോ സെറ്റ് മുണ്ടുകളാണ്. ഒന്നല്ല, പല വീഡിയോകളായിട്ട് ഞാൻ കാണിക്കാം. കുറച്ചധികം കളക്ഷൻസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങളവിടെ കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണാം. നമുക്ക് ആദ്യം തന്നെ കുറച്ച് കോട്ടൺ സെറ്റ് മുണ്ടുകൾ കാണാം. കോട്ടൺ ടൈപ്പ് സെറ്റ് മുണ്ടുകളുണ്ടല്ലോ, അതിൻ്റെ കുറച്ച് കളക്ഷൻസ് കുറച്ചായിട്ട് നമുക്ക് ഓരോരോ ഇതായിട്ട് കാണാം. അപ്പം നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യത്തെ സെറ്റ് മുണ്ടെന്ന് പറയുന്നത് ഈ ഒരു സെറ്റ് മുണ്ടാണ്. ഇത് ഗ്രേയും വൈറ്റും ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെയെന്ന്. അപ്പോൾ ഇതിൻ്റെ കാര്യം ഞാൻ പറയാം. ഇതിൻ്റെ പല്ലുവാണ് ഈ ഒരു പോർഷൻ, ഇത് പല്ലുവാണ്. ബാക്കി ബോഡി നിങ്ങൾക്ക് സാധാരണ സെറ്റ് മുണ്ട് പോലെ തന്നെ കസവായിട്ട് സെറ്റ് മുണ്ടാണ്. ബാക്കി പോർഷൻ ഫുൾ വൈറ്റ് ആണ്. ഇതിൻ്റെ മുന്താണി മാത്രം ഈ ഒരു ഗ്രേ പോർഷൻ വരും. അപ്പോൾ ഇത് കാണാനൊരു ഭംഗിയുണ്ടാവും, കാരണം കുറച്ച് വെറൈറ്റിയാണ്, അത്ര കോമൺ അല്ല. അപ്പോൾ ഈ കോളേജിലൊക്കെ ഓണം സെലിബ്രേഷൻ ഒക്കെ ആയി തുടങ്ങുമ്പോഴത്തേക്ക് ഇത് നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ടൈപ്പ് സംഭവമാണ്. അതായത് കുറച്ച് സിമ്പിളാണ്. വേണമെങ്കിൽ കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്ക് അധികം കളറുള്ള സെറ്റ് മുണ്ടൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അതിനാണെങ്കിലും ഇത് എടുക്കാവുന്നതാണ്. ഇത് പല്ലൂല് മാത്രമേ ഈ കളർ വരുന്നുള്ളൂ. അതിൻ്റെ മുണ്ടും ഇതതിൻ്റെ ബ്ലൗസ് പീസ് വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. സെപ്പറേറ്റ് പീസാണ്, ഒരു സെപ്പറേറ്റ് 1 മീറ്റർ ബ്ലൗസ് സെപ്പറേറ്റ് പീസാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കോംബോ. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഇങ്ങനെയാണ്. ഇതൊരു ഗ്രേ പല്ലു വരുന്ന സെറ്റ് മുണ്ടാണ്. ഇതിൻ്റെ മുണ്ടാണ്, ഇതെൻ്റെ ബ്ലൗസ് പീസാണ്. അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ്, അധികം കോമൺ അല്ല. നിങ്ങൾക്ക് ഇത് അങ്ങനെ പല്ലു മാത്രം ഒരു കളർ, ബാക്കി ഇപ്പോൾ ഹാഫ് ആൻഡ് ഹാഫ് ടൈ ആൻഡ് ഡൈ വരുന്നുണ്ട്. അപ്പോൾ അതിന് പകരം ഇതൊരു മുന്താണി ഇങ്ങനെ വരുന്നു മാത്രം. ഇതിൻ്റെ തന്നെ സിൽവറും ഉണ്ട്. അപ്പോൾ സിൽവറിൻ്റെ തന്നെ ഉണ്ട്, സിൽവറിന് ബ്ലൗസ് പീസും ഉണ്ട്, കണ്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് കാറ്റഗറി ഞാൻ കാണിക്കുന്നത്. ഇത് രണ്ടെണ്ണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഓർഡർ പറഞ്ഞാൽ മതി. വിലയും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സാപ്പ് മെസ്സേജിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ്, ഇതിൻ്റെ ഗോൾഡും സിൽവറും, ഇതിൻ്റെ 2 കാറ്റഗറി. അപ്പോൾ ഇതാണ് ആദ്യത്തെ കളക്ഷൻ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ കൊടുത്തേക്കുന്ന വാട്സാപ്പ് നമ്പറുണ്ട്, അതിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക. അപ്പം ഞാൻ അതിൻ്റെ റേറ്റ് പറയാം, എന്നിട്ട് നിങ്ങൾ ഓർഡർ തന്നാൽ മതി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. നമുക്ക് അടുത്ത കാണാം. അടുത്തത് വന്നിട്ട് ഇങ്ങനത്തെ ഒരു സെറ്റ് കൊണ്ടാണ്. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല കോമ്പിനേഷനാണ്. ഈ ഒരു ഗ്രീൻ ബ്ലൗസും അല്ലെങ്കിൽ റെഡ് ആണെങ്കിലും റെഡ് ബ്ലൗസ് ആണെങ്കിലും ഇട്ടാൽ കൊള്ളാം. ഇതിന് ടാസിൽസ് ഉണ്ട്, ഇത് കണ്ടോ. അപ്പോൾ ഇതിന് മുന്താണിക്ക് നിങ്ങളുടെ മേൽമുണ്ടിന് ഇതുപോലത്തെ ടാസിൽസ് വരും. അപ്പോൾ ഇത് കുറച്ചുകൂടി എന്താണ് കാണാൻ കുറച്ചുകൂടി ഭംഗിയാണ്. ഇതും ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നതാണ്. ഇതിന് വലിയ എക്സ്പെൻസീവ് അല്ല, കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഈ ഒരു സെറ്റും കൊണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു നല്ല കളർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇതിന് ടാസൽസ് ഉണ്ട്, വേറൊരു കളറാണിത്. കുറച്ച് വീതി കുറവാണ്, കണ്ടോ, കുറച്ച് വീതി കുറവുണ്ട്. അപ്പോൾ ഇത് ഇത്തിരി കൂടി ഇത്രയും ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരെണ്ണം എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കസവിൻ്റെ ലൈൻസും ഇതും സെയിം ആണ്, പക്ഷെ അല്പം വീതി കുറവുണ്ട്, കണ്ടോ. ഇത് ടാസൽസ് ഇല്ല, ഇത് വെറുതെ പ്ലെയിൻ ആയിട്ടാണ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് സെയിം ഒരു ടൈപ്പ് ഓഫ് ഇതായതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ കാണിച്ചത്. ഒരെണ്ണം ഇതും മറ്റതിങ്ങനെയും വരും. ഇനി ഇതിന് നിങ്ങൾക്ക് ബ്ലൗസ് പീസ് പോലെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ബ്ലൗസ് പീസ് വിത്ത് ബ്ലൗസ് പീസ് തരാം, പക്ഷെ സെപ്പറേറ്റ് ചാർജാണ്. ഇത് ഒരു ബ്ലൗസ് പീസാണ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാച്ച് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാനിത് സെപ്പറേറ്റ്, പക്ഷെ ഇതിന് സെപ്പറേറ്റ് ആണ്, ഒപ്പം വരുന്നതല്ല. അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ വരും, ഇതിങ്ങനെ വരും.
അപ്പോൾ ഇതാണ് നെക്സ്റ്റ് കാറ്റഗറി. അടുത്തായിട്ട് കുറച്ചും കൂടി സിമ്പിളായിട്ട് ഉള്ള ഒരു സെറ്റും കൊണ്ടാണ്. ഇത് കുറച്ചും കൂടി അധികം ഹെവി ആയിട്ട് വേണ്ട, അല്ലെങ്കിൽ ഒന്ന് അമ്പലത്തിൽ പോകാൻ മതി, അല്ലെങ്കിൽ കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കണം, ഓണക്കോടിയായിട്ട് കൊടുക്കണം, അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു സെറ്റും കൊണ്ടാണിത്. ഇതെല്ലാം ഇതുണ്ട്, ഇത്രേ ഇതിൻ്റെ വീതിയുള്ളൂ. ഇതിൻ്റെ കൈ വെച്ച് ഇത്ര ഉണ്ടാവുള്ളൂ. ഒരു 1.5 ഇഞ്ച് ഇതിൻ്റെ കരയുടെ വീതിയുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഇതൊരു ഡാർക്ക് റെഡാണ്, മെറൂൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡാർക്ക് റെഡാണ്. കുറച്ച് വളരെ സിമ്പിളാണ്, ഇത് ഇത്രേ ഉണ്ടാവുള്ളൂ. അടുത്തതും കുറച്ച് സിമ്പിളായിട്ടുള്ള ഒരു കളറാണ്. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഗ്രേ കളർ കോമ്പിനേഷൻ നല്ലതാണ്. അത്ര എല്ലാവരും എടുക്കുന്നൊരു ഷെയ്ഡല്ല, പ്രത്യേകിച്ച് കസവിൻ്റെ കൂടെ. അപ്പോൾ ഇതാണ് എൻ്റെ സെറ്റും കൊണ്ട്. സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ വലിയ ഹെവി വർക്കൊന്നുമില്ല, ഈ ഒരു കളറാണെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന എല്ലാ സെറ്റും കൊണ്ടും 2.80 2.25 2.8 ആണ് മീറ്റേഴ്സ് വരുന്നത്. ഇത് ചെറിയ മുണ്ടല്ല, വലിയ കുറച്ച് വണ്ണമുള്ളവർക്കൊക്കെ പറ്റുന്നൊരു മുണ്ടാണ്. അടുത്തത് കുറച്ച് പ്രിന്റും കൂടി വരുന്നുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, നല്ല രസമാണ് ഇത് കാണാൻ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബ്ലൗസ് വേണമെങ്കിൽ, ഞാൻ പറഞ്ഞില്ല ഇതിനൊക്കെ കൂടെ നിങ്ങൾക്ക് ബ്ലൗസ് എക്സ്ട്രാ ഇടാം, നിങ്ങൾക്ക് എടുക്കാൻ സമയമില്ല. വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒപ്പം ബ്ലൗസ് കൂടി തരുന്നതാണ്. അപ്പോൾ ഇത് ബ്ലൂവും പിങ്കും ആണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ബ്ലൂ ബ്ലൗസ് വേണമെങ്കിൽ ഇതിനോട് ബ്ലൂ ഉണ്ട്, ഇനി പിങ്ക് വേണമെങ്കിൽ ഇതുപോലെ പിങ്കും ഉണ്ട്. കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പറഞ്ഞാൽ ഇത് തരുന്നതായിരിക്കും. ഇതെല്ലാം 1 മീറ്റർ ബ്ലൗസാണ്. കണ്ടോ? കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ്. അപ്പോൾ ഇത് വേറൊരു കളർ. അപ്പോൾ ഇതിനൊക്കെ എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കണം, എന്നിട്ട് എനിക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചെന്ന് ഞാനിതിൻ്റെ റേറ്റും അതിൻ്റെ ബ്ലൗസ് വേണമെങ്കിൽ ബ്ലൗസും ഒക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്തത് കുറച്ചും കൂടി ഇത്ര കോമൺ അല്ല. ഇത് ഒരു ചെക്ക് പാറ്റേൺ ആണ്, ഫുൾ ബോഡി ചെക്കാണ്. ഇതൊരു ബോട്ടിൽ ഗ്രീൻ അല്ല, കരിമ്പച്ച എന്ന് പറയാം. ഏറ്റവും ഡാർക്കസ്റ്റ് ഗ്രീനാണ്. പെട്ടെന്ന് കണ്ടാൽ അതങ്ങനെ ഗ്രീനായിട്ട് തോന്നുന്നില്ല, പക്ഷെ നല്ല ഭംഗിയാണ്. ഇത് ഉടുത്താൽ നല്ല രസമാണ് ഇത് കാണാൻ. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. നേരത്തെ കുറച്ച് സ്റ്റിഫ്നെസ് ഉണ്ട്, ഇത് കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആണ്. ഇത് നീ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബ്ലൗസ് വേണമെങ്കിൽ പറഞ്ഞാൽ ബ്ലൗസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ എക്സ്ട്രാ ആണ്, ബ്ലൗസിൻ്റെ ഒപ്പം വരുന്നില്ല. അപ്പോൾ ഇതൊരു ചെക്കായിട്ടുള്ള ഒരു പാറ്റേൺ. നിങ്ങൾക്ക് കസവ് വേണ്ട, പ്രിന്റഡ് മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പ്രിന്റഡ് ആയിട്ടുള്ളത് വരുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ഇതൊന്നും അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. ഇതിൻ്റെ ബ്ലൂ ആണ് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് പ്രിന്റഡ് ആണ്, വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ഇതിനും നിങ്ങൾക്ക് ഈ ബ്ലൗസ് മാച്ച് ചെയ്യാം. ഈ ബ്ലൗസ് നിങ്ങൾക്ക് മാച്ച് ചെയ്യാം. ഇതിന് ഗ്രീൻ ഉള്ളത് കൊണ്ട് ബ്ലൂവിനേക്കാളും കുറച്ചുകൂടി ഭംഗി ഗ്രീൻ ആയിരിക്കും. അപ്പോൾ അതാണ് അടുത്ത കാറ്റഗറി. ഇനി ഇതൊന്നും വേണ്ട, പ്ലെയിൻ കസവാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്ലെയിൻ കസവ് എൻ്റെ കയ്യിൽ അധികം ഇല്ല, പക്ഷെ നിങ്ങൾക്ക് കുറച്ച് വീതിയുള്ളത് വേണം. അപ്പോൾ ഇതുപോലെ നല്ല വീതിയുള്ള വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് എത്തിച്ചു തരാം. ഇതാണ് അടുത്ത സെറ്റും കൊണ്ട്. ഇത് പ്ലെയിൻ ഫുൾ കസവ് മാത്രമാണ്. ഇതൊരു ടെമ്പിൾ ഡിസൈനാണ്. ഇതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ഒട്ടും എക്സ്പെൻസീവ് അല്ല. നിങ്ങൾക്ക് പെട്ടെന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ്. ഇതാണത്, അതിൻ്റെ ടെമ്പിൾ ഡിസൈനാണ്. ഇതെല്ലാം 2.8 ആണ്, 2.25 വരുന്ന അളവിലുള്ള സെറ്റ് മുണ്ടാണ്. അത് പ്ലെയിൻ കസവിൻ്റെത്. ഇനി നമുക്ക് അടുത്ത കാറ്റഗറി കാണാം.
പ്ലെയിൻ കസവിൽ വരുന്ന രണ്ടെണ്ണം കൂടിയുണ്ട്. ഇത് ടാസൽസ് വരുന്ന പ്ലെയിൻ കസവാണ്. ഇത് കുറച്ചും കൂടി ഈ യെല്ലോ കുറച്ച് ബ്രൈറ്റ് ആണ്. ഇത് നിങ്ങൾക്ക് തിരുവാതിരയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ട്, സ്റ്റേജ് പ്രോഗ്രാം, കോളേജിലോ സ്കൂളിലോ ഒക്കെ പ്രോഗ്രാം ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇത് കൊടുക്കാം. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഫുൾ ബോഡി ചെക്കാണ് വരുന്നത്. കണ്ടോ, ഈ ഒരു പീസ് മാത്രം നിങ്ങൾക്ക് ഡാർക്ക് ഇടാം. നിങ്ങൾ ഉടുക്കുമ്പോൾ അത് ഇതേ കാണുള്ളൂ. അപ്പോൾ ഇത് ഭംഗിയായിരിക്കും. ഇതിന് റെഡ് ടാസൽസ് ഉണ്ട്. കണ്ടോ, ഇത് പ്ലെയിൻ സെറ്റും കൊണ്ടാണ്. പ്ലെയിൻ ഫുൾ ഇങ്ങനെ ഗോൾഡാണ്. ഇതിന് റെഡ് ആണ് ഇതിൻ്റെ ടാസൽസ് വരുന്നത്. ഇത് കണ്ടോ, നിങ്ങൾക്ക് റെഡ് ബ്ലൗസ് വേണമെങ്കിൽ റെഡ് ബ്ലൗസ് ഇതിൻ്റെ ഒപ്പം തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാനിത് ഇതിൻ്റെ ഒപ്പം വെച്ച് തരാം. ഇതും 1 മീറ്റർ റെഡ് ബ്ലൗസാണ്. നല്ല ഭംഗിയുള്ള ബ്ലൗസാണ്. നല്ല പ്രിൻ്റാണ് ഈ ബ്ലൗസിൻ്റെ. ഇതിന് വേണമെങ്കിൽ മാച്ച് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ അയച്ചു തരാം. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി. പ്ലെയിൻ കസവിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് കുറച്ചും കൂടി ഡള്ളായിട്ടുള്ള ഒരു ഗോൾഡാണ്. ഇത് സ്ട്രൈപ്സ് ആണ്. അപ്പോൾ നേരത്തെ കണ്ട ചെക്കാണ്, ഇത് സ്ട്രൈപ്സ് ആണ്. ഇത് കണ്ടോ, സ്ട്രൈപ്സ് ആണ് വരുന്നത്. ഇതിങ്ങനെ വരും. കണ്ടോ, ഈ സ്ട്രൈപ്സ് വെർട്ടിക്കൽ ലൈൻസ് ആണ്. അപ്പോൾ വണ്ണമുള്ളവർക്ക് പേടിക്കണ്ട. വണ്ണമുള്ളവർക്ക് ഹൊറിസോണ്ടൽ ആണെങ്കിലേ പേടിക്കേണ്ട. ഇത് വെർട്ടിക്കൽ ലൈൻസ് ആണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഭംഗിയായിരിക്കും കൊടുത്താൽ. ഇതൊക്കെ ബഡ്ജറ്റ് റേഞ്ചാണ്. ഇതൊന്നും ഭയങ്കര എക്സ്പെൻസീവ് അല്ല. കുറച്ചും കൂടിയൊക്കെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയുമാണ് പ്ലെയിൻ കസവിൽ വരുന്നത്. ഇനി കരയുടേത് കുറച്ച് പ്രീമിയം, കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള സെറ്റും കൊണ്ടുണ്ട്. അതുകൂടി കാണിക്കാം. ഇനി കാണിക്കുന്നത് ഇതുപോലെ കളറും കസവും കൂടി ഒന്നിച്ചു വരുന്നതാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. കൊടുക്കാൻ നോക്കുന്ന രസമാണ്. ഇതിനും അധികം വീതി വരുന്നില്ല. ചെറിയൊരു വീതിയേ വരുന്നുള്ളൂ. ഇതൊരു കോഫി ബ്രൗണും നല്ല ഒരു ബ്രിക്ക് റെഡാണ്. ഇത് അത്ര ബ്രൈറ്റ് റെഡ് അല്ല. ഒരു റസ്റ്റി ഒരു ഓറഞ്ചാണ്. ഒരു ഡാർക്ക് ഓറഞ്ചോ പോലെയാണ് ഇരിക്കുന്നത്. എനിക്കണ്ട് അങ്ങനെ തോന്നിയത്. എന്തായാലും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിന് എനിക്ക് കോഫി ബ്രൗണിൻ്റെ ഒരു ഇക്കത്ത് പാറ്റേണിലുള്ള ഒരു ബ്ലൗസ് ഇടുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഇതുപോലത്തെ ഇതിൽ കുറച്ച് കസവ് വരുന്നത്. ഇത് ത്രെഡാണ്. ഇതിൻ്റെ ഈ ഒരു ബ്രൗൺ ആണ്. ഇതിൻ്റെ കസവ് വരുന്നത് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. കുറച്ച് ടിഷ്യൂ വരുന്നത് അങ്ങനെ ഇടുന്നതാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി. അത് വേണമെങ്കിൽ അതും പ്രിഫർ ചെയ്യാം. ഇതും ഇതിൻ്റെ കൂടെ പോകും. ഇത് ഇതിൻ്റെ കൂടെ പോകുന്നതാണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ അതെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല കസവ് വരുന്ന ബ്ലൗസ് പീസ് എടുക്കാം. അത് തന്നെ സംഭവം ഇത് തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടി വീതിയുണ്ട് ഇതിന്. ഇത് കണ്ടോ, പാറ്റേൺ സെയിം ആണ്. പക്ഷെ കുറച്ചും കൂടി വീതിയുണ്ട്. കുറച്ചും കൂടി നല്ല ബ്രൈറ്റ് കളറാണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണിത്. ഈ ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ നല്ല രസമാണ് ഇത് കാണാൻ. കണ്ടോ, അടിപൊളിയാണ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പിങ്ക് ബ്ലൗസ് ഉണ്ട്, അത് ചേരും. ഈ ഒരു പിങ്ക് ഇതിൻ്റെ ഒപ്പം എടുക്കുവാണെങ്കിൽ നന്നായിരിക്കും. നല്ല ഭംഗിയാണ്. കണ്ടോ, അല്ലെങ്കിൽ ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ ആക്കാം. അത് കുറച്ചും കൂടി ഡള്ളാക്കണമെങ്കിൽ ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ എടുക്കാം. അപ്പോൾ അതാണ് നെക്സ്റ്റ് കാറ്റഗറി. ഇനി കുറച്ചും കൂടി നല്ല കസവുള്ളതുണ്ട്, നമുക്കതും കൂടി കാണാം. ഇനി എടുക്കുന്നത് ഇതും ഈ പറഞ്ഞ പോലെ അത്ര കോമൺ അല്ലാത്ത നല്ല അടിപൊളി ഭംഗിയുള്ള ഒരു സെറ്റും കൊണ്ടാണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അധികമൊന്നും. അത്ര ഭംഗിയാണ് ഇത് കാണാൻ. അപ്പോൾ അത് നമുക്ക് കാണാം. ഇത് എന്താണ്, ടുഡേയ്സ് സ്റ്റാർ ഓഫ് ദ ഡേ ആണ്. ഇതാണ് ആ സെറ്റ് കൊണ്ട്. കണ്ടോ, ഇത്രയും വീതിയുണ്ട് ഇതിൻ്റെ ഈ ഒരു സ്ട്രൈപ്സിന്. ഇപ്പം ഇത്രയും ഈ ഒരു 5 സ്ട്രൈപ്പാണ് ഇതിൻ്റെ മെയിൻ ഇത് വരുന്നത്. ബോഡി ഇങ്ങനെ വരും. കണ്ടോ, സ്ട്രൈപ്സ് ഇങ്ങനെയും വരും. നിങ്ങൾ
ഉടുക്കുമ്പോൾ ഈ സ്ട്രൈപ്പ് ഇവിടെ വരും. ഇത് ടാസൽസ് ആണ്, ഇതിൻ്റെ ടാസൽസ് ഉണ്ട്. ഇത് ഈ കളറ് ടാസൽസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കളർ ബ്ലൗസ് വേണമെങ്കിലും ഇടാം. കാരണം സാധാരണ ഈ ടാസൽസിന് വേറെ കളർ വന്നാൽ നിങ്ങൾക്ക് വേറെ ബ്ലൗസ് ആ സെയിം ഇടേണ്ടി വരും. അപ്പോൾ ഇത് ഗോൾഡൻ തന്നെ കൊടുത്തേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ബ്ലൗസ് വേണമെങ്കിലും ഇടാം. ഇതിട്ടേക്കുന്ന പോലെ ഈ ബ്ലൗസ് ഇതുപോലത്തെ ഷെയ്ഡാണെങ്കിൽ നന്നായിരിക്കും. ഒരു ഡ്യുവൽ ടോൺ വരുന്ന ബ്ലൗസൊക്കെ ഇടുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഇതൊരു സാരിയുടെ വിത്ത് ബ്ലൗസാണ്, ഇത് സെപ്പറേറ്റ് അല്ല, അതുകൊണ്ടാണ് ഈ ഷെയ്ഡ് വന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു കാറ്റഗറി. നല്ല ഭംഗിയാണിത് കാണാൻ. ഇതതിൻ്റെ മുണ്ട്. ഇത് ഫുൾ ബോഡി സ്ട്രൈപ്സ് വരുന്നുണ്ട്. ഇതും ഈ ചെറിയ ലൈൻസും ഇതെല്ലാം 2.25 ഇതിൻ്റെ അളവെല്ലാം 2.25 വരുന്നത് കേട്ടോ. അപ്പോൾ ഇതും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എനിക്ക് അയച്ചു തരാം. ഇതിന് ഈ റെഡൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഈ റെഡ് ബ്ലൗസൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഈ ബ്ലൂ ഒക്കെ നല്ല രസമാണ്. ഇതിൻ്റെ കൂടെയൊക്കെ മാച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം. ഇതുപോലെ കുറച്ച് ഒന്നിച്ചൊക്കെ വേണം, ഈ ഒരേ സാധനം ഒന്നിച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു എണ്ണം പറയണം. എനിക്കൊരു 3-4 ദിവസത്തെ ടൈം തരണം. വിതിൻ കേരള ആണെങ്കിൽ ഒരു 3-4 ഡേയ്സിനുള്ളിൽ കിട്ടും. ഫ്രീ ഡെലിവറി ആണ്. ആഫ്റ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ കൊറിയർ ചാർജ് വരും. ചിലപ്പോൾ മോർ ദാൻ 10 ഡേയ്സ് എടുക്കും, അല്ലെങ്കിൽ 7 to 10 ഡേയ്സ് എടുക്കും. അപ്പോൾ ഓർഡറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പറയണം, അല്ലെങ്കിൽ ടൈം ഒത്തിരി പോകുമ്പോൾ നമുക്ക് പറ്റാതെ വരും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു സെറ്റും ഉണ്ട് കളക്ഷൻസ് കുറച്ച്. ഇനി ഞാൻ ഓരോന്നോരോന്നായിട്ട് വേറെ സെറ്റ് സാരി ഇനി ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് എല്ലാം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഇത്രയും കളക്ഷനാണ് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ പെട്ടെന്ന് കുറച്ച് ഇൻക്ലൂഡ് ചെയ്തത്. ഇനിയും വരുന്നുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് വരുന്ന അനുസരിച്ച് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. എന്തായാലും ഈ മന്തിനുള്ളിൽ ഓണം കളക്ഷൻസ് ഇടണം, അല്ലെങ്കിൽ പിന്നെ ഓണം നെക്സ്റ്റ് മന്ത് 20 ആകുമ്പോഴത്തേക്കും ഓണം ആവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്തായാലും ഞാനൊരു വീഡിയോ കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് കര മാത്രമുള്ള സെറ്റുമുണ്ട്. അങ്ങനെയും കൂടി ഞാനൊരു വേറൊരു വീഡിയോ ഇടാം. എനിക്ക് ഒരുപാട് ലെങ്ത് ആയിപ്പോൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.